ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. കാരണം ഈ കാര്യങ്ങൾ എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. ഞാൻ അയർലൻഡിൽ വന്നു കഴിഞ്ഞാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കും ഒരു പുതിയ ഒരു കൗതുകമുണർത്തുന്ന ഒരു അറിവ് തന്നെ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പാണെങ്കിലും ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയർലൻഡിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ കുറേ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇവിടുത്തെ കുറച്ച് ആചാരങ്ങളെന്ന് തന്നെ പറയാം. ആചാരങ്ങൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സർപ്രൈസായി പോകുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മളതിന് ആ ഒരു കൾച്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളതിനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗർഭസ്ഥ ശിശുക്കൾ, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് മരിച്ചുപോയ, വയറിനകത്ത് വെച്ച് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ അത് അബോർഷനാകുന്ന കുട്ടികളെ, അപ്പോൾ ആ കുട്ടികളെ അവർ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ അതിൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് എന്നാണ്. നമ്മളുടെ നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല. കാരണം ഏർലി ആയിട്ടുള്ള ആഴ്ചകളിലൊക്കെ ഡെലിവറി ആകുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ അത് ആ കുഞ്ഞിനെ ആ ഒരു ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകുക, അതിനുള്ള ചടങ്ങുകളൊന്നും പ്രത്യേകം ചെയ്യല. അതേസമയം ഫുൾ ടേം ആയി മാസം എത്തി ഡെലിവറി ആകുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഈ ചെറിയ ചെറിയ, അതായത് 12 ആഴ്ച 13 ആഴ്ച അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കൂടുതലും നമ്മൾ അമ്മമാരെ പോലും കാണിക്കാറില്ല. അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുമല്ലോ എന്നുള്ള രീതി. നമ്മുടെ നാട്ടിൽ അത് അമ്മയെ കാണിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സൊന്നും കാര്യമായിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയാണെങ്കിൽ റിഗാർഡ്ലെസ് ഏത് ആഴ്ചയിൽ ഒരു കുഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞാലും അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ കിടക്കുന്ന മുറിയുടെ അടുത്ത് തന്നെ കോൾഡ് കോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കോൾഡ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൽ ക്രമീകരിച്ച്, അതായത് മൊബൈൽ മോർച്ചറി പോലത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ ബേബി കോട്ടാണ് അത്. 8 ഡിഗ്രി ടെമ്പറേച്ചർ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ലെവൽ. അപ്പോൾ അതിൽ ഈ കുഞ്ഞിനെ നല്ല ഡ്രസ്സുകളും അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് അമ്മയുടെ അടുത്ത് തന്നെ ഈ ബേബിയെ കിടത്തും. അപ്പോൾ അമ്മ ഡിസ്ചാർജ് ആകുന്ന സമയം വരെയും അത് ബേബി കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ 2 ടെഡി ബെയർ ഉണ്ട്. അപ്പം അത് അമ്മയ്ക്ക് ഒരു ടെഡി ബെയർ, കുഞ്ഞിനൊരു ടെഡി ബെയർ എന്നുള്ള രീതിയിൽ ആ കോട്ടിലൊരു ടെഡി ബെയറും അതുപോലെ തന്നെ അമ്മയുടെ നെഞ്ചത്തും ഒരു ടെഡി ബെയർ വെക്കും. ഈ ബേബിയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അത് ക്രിമേഷനോ അല്ലെങ്കിൽ ബറി ചെയ്യാനോ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെഡി ബെയർ എക്സ്ചേഞ്ച് ചെയ്യും. അതായത് അമ്മയുടെ നെഞ്ചത്ത് വെച്ചിരുന്ന ആ ടെഡി ബെയർ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വെക്കുകയും ആ കുഞ്ഞിൻ്റെ അടുത്ത് വെച്ചിരുന്ന ടെഡി ബെയറിനെ അമ്മ കൈകളിൽ എടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അതായത് ആ ബേബിയുടെ ആ ദേഹത്ത് ടച്ച് ചെയ്ത ആ ഒരു ടെഡി ബെയറിനെ അത് കുഞ്ഞായിട്ട് കരുതി വീട്ടിലേക്ക് അതൊരു റിമെമ്പറൻസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ട്. ഇത്ര ഏർലി ആയിട്ടുള്ള ആഴ്ചകളിലാണേലും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഇവിടെ പേരൻസിന് ഒരു ഓപ്ഷൻ കൊടുക്കും. ആ കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ അല്ലെങ്കിൽ കൈയുടെ ഒരു സെറാമിക് കളിമണ്ണിൽ ഒരു പ്രിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ അവർക്ക് ഒരു ഓഫർ കൊടുക്കും. അത് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ആഴ്ചയിലുള്ള കുഞ്ഞുങ്ങളുടെ വരെ നമ്മൾ ഫുട് പ്രിൻറ്റും അല്ലെങ്കിൽ കൈയുടെ പ്രിൻറ്റും നമ്മളൊരു കളിമണ്ണിൽ
നമ്മളെടുക്കും. അത് നേഴ്സസാണ് ചെയ്യുന്നത്. അത് നമ്മളത് കുഞ്ഞിൻ്റെ അത് പ്രിൻ്റ് എടുത്തിട്ട് അത് ഇവിടെ സെറാമിക് അത് ചെയ്യുന്ന വിദഗ്ധരുണ്ട്. അപ്പോൾ അവർക്കത് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് നല്ല ഭംഗിയായിട്ട് സെറാമിക്സിൽ ആ ഫുട് പ്രിൻറ്റും എല്ലാം അവരത് സെറ്റ് ചെയ്ത് അത് പേരൻസിന് വേണ്ടിയിട്ട് അത് റെഡിയാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ കണ്ടിരിക്കുന്നത് ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച എത്രയോ ആഴ്ചയാകട്ടെ അവരൊരു കുഞ്ഞ് അവരുടെ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത വലിയ ഒരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പോലെ അത്രയധികം കാര്യങ്ങൾ ചെയ്യാറില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ നിന്ന് ദുഃഖകരമായ ആ ഓർമ്മകൾ എടുത്തു കളയാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതായത് ആ അമ്മ ആ മെൻ്റലി ആ കുഞ്ഞിനെ ഓർത്തിരുന്ന് വിഷമിക്കരുത് എന്നൊക്കെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ആഗ്രഹിക്കുക, അതിൽ നിന്ന് അമ്മയെ ഡൈവേർട്ട് ചെയ്യാനുമാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കുഞ്ഞിൻ്റെ ഓർമ്മ എത്രമാത്രം അവർക്ക് കൊണ്ടു നടക്കണോ അത്രയും നാൾ അവർ മരിക്കുന്നത് വരെ കൊണ്ടു നടക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് കുഞ്ഞിനെ ഇപ്പോൾ നമ്മുടെ വാർഡിൽ നിന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ മോർച്ചറിയിൽ നിന്ന് പേരൻസിന് ഇഷ്ടമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ബാപ്റ്റിസം ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രീസ്റ്റ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബേബിയുടെ ഒരു ചാപ്പൽ കൂടെയുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ബേബിയെ നമ്മൾ മോർച്ചറിയിൽ വെക്കുന്നതും അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ബാപ്റ്റിസം കൊടുത്ത്, അത് പേരൻസിൻ്റെ ഇഷ്ടമാണ് ബാപ്റ്റിസം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് ബാപ്റ്റിസം കൊടുത്ത് അതിനെ ഒന്നുകിൽ ക്രിമേഷന് വേണ്ടിയിട്ട്, അതായത് കരിക്കുവാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ അടക്കുവാനായിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് ഒരു സെമിത്തേരി ഉണ്ട്. അത് ഏഞ്ചൽസ് ഓഫ് ഗാർഡൻ റിമെമ്പറൻസ് എന്നോ അങ്ങനെ ഏതാണ്ടാണ് അതിൻ്റെ പേര്. അവിടെ കുഞ്ഞുങ്ങളെ മാത്രം അടക്കുന്നതായിട്ടുള്ള ഒരു സെമിട്രിയാണ്. ഇതിനെല്ലാം ചിലവ് ഗവൺമെൻറ്റാണ് വഹിക്കുന്നത്. അപ്പോൾ ഞാൻ HSCയുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ HSCയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ കഫിൻ ബോക്സ് എല്ലാം ചെറിയ ആഴ്ചകൾ മുതൽ ഫുൾ ടേം വരെയുള്ള കഫിൻ ബോക്സസ് അവൈലബിൾ ആണ്. അതുപോലെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും വളരെ ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളരെ റെസ്പെക്റ്റ്ഫുള്ളി നന്നായിട്ട് നമ്മൾ അണിയിച്ചൊരുക്കി നല്ല ഉടുപ്പ് ഇടിച്ച് അല്ലെങ്കിൽ നന്നായി അവരെ സെറ്റ് ചെയ്താണ് നമ്മൾ പേരൻസിനെ കാണിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഫർദർ പ്രോസസ്സിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബേബിയെ ഇപ്പോൾ ക്രിമേഷന് പോകുന്ന ബേബീസ് ആണെങ്കിൽ അത് പണ്ട് കാലത്ത് ഇവിടെ ക്രിമേഷൻ ഇല്ലായിരുന്നു. അതായത് അടക്കുന്ന ഒരു സിസ്റ്റം മാത്രമേ ഉള്ളായിരുന്നു. ക്രിമേഷൻ വന്നിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അപ്പോൾ ഈ ക്രിമേഷൻ മെയിനായിട്ടും ഇവർ ബേബീസിനെ ക്രിമേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ബറി ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഒരു ഓർമ്മ അവർക്ക് എന്തെങ്കിലും ഒരു ഓർമ്മകളില്ല. കാരണം പ്രായമായ ആളുകൾ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഫോട്ടോസ് ഉണ്ട്, അവർ വായിച്ച ബുക്സ് ഉണ്ട്, അവരുടെ ഡ്രസ്സുകളുണ്ട്, അവരുടെ ചെരുപ്പുണ്ട്, അങ്ങനെ അവർ പെരുമാറിയ സാധനങ്ങളെല്ലാം നമുക്ക് ഓർമ്മയ്ക്കായിട്ടുണ്ട്. അതേസമയം ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ അത് മരിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റേതായി പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഓർമ്മയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ക്രിമേഷനിലോട്ട് പോയത്. അപ്പം ഈ ക്രിമേഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അതിൻ്റെ ചാരം ഇവർ എല്ലാവരും തന്നെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആശ ഇവരെന്ത് ചെയ്യുന്നെന്ന് ഞാൻ അന്വേഷിക്കുമ്പോഴാണ് നമ്മളൊക്കെ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ ഗാർഡനിൽ, അതായത് അവർക്കിഷ്ടമുള്ള പൂച്ചെടികൾ ആ ആഷ ഇട്ടിട്ട് അവർ വളർത്തിയെടുക്കുക. എന്നിട്ട് ആ പൂക്കളും ആ ചെടികളും അവരുടെ ഗാർഡനിൽ എപ്പോഴും വളരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു ഓർമ്മ അവർക്ക് വരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ സെറാമിക്സ് ഫുട് പ്രിൻ്റ് എടുക്കുന്ന കാര്യം, ആ ഫുട് പ്രിൻ്റ് ഇവർ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കുഞ്ഞിൻ്റെ ഓർമ്മയായിട്ട് അത് വെച്ച് അതിന് ചുറ്റും ഇങ്ങനെ ആഷ് വെതറി, ഈ ചാരം വെതറിയിട്ട് അവരവിടെ തിരിയെല്ലാം കത്തിച്ച് വെച്ച് ആ കുഞ്ഞിൻ്റെ ഓർമ്മ എപ്പോഴും നിലനിർത്തും. അതുപോലെ മറ്റു ചിലർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ അയർലൻഡിൽ എല്ലാവരും ഈ നടക്കാൻ പോകുന്നവരാണല്ലോ. അപ്പോൾ അവർ എന്നും നടക്കാൻ പോകുന്ന പാർക്ക് അല്ലെ ഗാർഡൻ എവിടെയാണെന്ന് വെച്ചാൽ അവർ അതിൻ്റെ വഴികളിലൂടെ എന്താ പറയുക, അവരെന്നും പോകുന്ന ആ സ്ഥലത്ത് ആ
ചാരം അവർ വിതറും. എപ്പോഴും പോകുന്ന സ്ഥലത്ത് ആ കുഞ്ഞിൻ്റെ ആ ഒരു സോള്, ആ കുഞ്ഞിൻ്റെ ഒരു ഓർമ്മ അവരെ പിന്തുടരുന്നു എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഓർമ്മയ്ക്കായിട്ട് ചെറിയ ചെറിയ ബട്ടർഫ്ലൈകളും ഇവിടുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ബട്ടർഫ്ലൈ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവൻ ഒരു നല്ല ഒരു മാലാഖമാരുടെ ലോകത്തേക്ക് പറന്ന് പോയി. അതായത് നമ്മൾ പ്യൂപ്പയിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ വിരിഞ്ഞ് അതിങ്ങനെ പറന്നു പോകുന്നില്ലേ, അപ്പോൾ അത് ദൈവസന്നിധിയിലേക്ക് ആ കുഞ്ഞിൻ്റെ ഒരു ആത്മാവിനെ എടുക്കപ്പെട്ടു എന്നുള്ളതിന് വേണ്ടിയിട്ട് അങ്ങനെ ബട്ടർഫ്ലൈസ് പേരൻസിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോണുകൾ, ബർത്ത് സ്റ്റോണ്, അതായത് ബർത്ത് സ്റ്റോൺ അത് ഒറിജിനൽ സ്റ്റോണല്ല, ആ ബർത്ത് സ്റ്റോൺ, ആ കുഞ്ഞ് ജനിച്ച ആ ബർത്ത് സ്റ്റോണ് അതും കൂടെ ഒരു ഡപ്പയ്ക്കകത്തിട്ട് നമ്മൾ അവർക്ക് ഒരു മെമ്മറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനത്തെ മെറ്റേണിറ്റി ഹോസ്പിറ്റലുകളിൽ ഇവിടെ ബെറീമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബെറീമെൻറ്റിൻ്റെ ഒരു ടീം തന്നെയുണ്ട്. കാരണം വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിന് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ആൾ ഡെലിവറി ആകുവാണെങ്കിൽ അവരെ വന്ന് കണ്ട് സംസാരിക്കാനായിട്ടുള്ള കൗൺസിലിങ്ങിനുള്ള ഒരു സെക്ഷൻ, അതുപോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളിലെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് പ്രീസ്റ്റ്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ബെറീവ്മെൻറ്റ് മിഡ്വൈഫ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ആ മിഡ്വൈഫാണ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം കുറേ ഇതിൻ്റെ പ്രോസസ്സുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. കാരണം ഇതിവരുടെ വളരെ ഓർമ്മ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ആളുകളുമായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ഇവരുടെ ആ ഇമോഷനെ മനസ്സിലാക്കി, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞു വിട്ടുപോയ ആ അതേ ഫീലിൽ വേണം അവരോട് പെരുമാറാനായിട്ട്. അതപ്പം വളരെ നമ്മൾ എന്ത് സ്ട്രെസ്സിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരെ വളരെ ക്ഷമയോടുകൂടി വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവരിങ്ങനത്തെ കാര്യത്തിൽ വളരെയധികം സെൻസിറ്റീവാണ്. നമ്മളുടെ നാട്ടിലും അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞത് ഇവർ ജീവിതാന്ത്യം വരെ ഈ കുഞ്ഞിൻ്റെ ഓർമ്മകളുമായിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഓർമ്മകൾ നിലനിർത്തുന്നത് ഡെലിവറി ആയി മരിച്ചുപോയ കുഞ്ഞുങ്ങളെ പറ്റിയാണ് ധാരാളമായിട്ട്. അതായത് മുഖമുള്ള കുട്ടികളെ ആണ് നമ്മൾ ഈ ഓർമ്മകളെല്ലാം നിലനിർത്തുന്നത്. പക്ഷെ മുഖങ്ങൾ പോലും ഇല്ലാത്ത ചെറിയ എന്താ പറയുന്നത്, ഒരു മാംസപിണ്ഡം എന്ന് പറയാം. അപ്പോൾ അതുപോലത്തെ കുഞ്ഞുങ്ങളെ പോലും അവർ വളരെയധികം കെയർ കൊടുത്ത് ഓർമ്മയായിട്ട് നിലനിർത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിമേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആഷ് വെച്ച് മാലയുടെ ലോക്കറ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ചില ഫോട്ടോ ഫ്രെയിമുകൾ വീട്ടിൽ വെക്കുന്നതിന് അതിൻ്റെ പുറകിൽ ഈ ആഷ് വിതറി ആ ഫോട്ടോ വെക്കുന്നത്. അതായത് ഈ ബേബിയുടെ ക്രിമേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഈ ആഷ് ഒരിക്കലും ഇവരിൽ നിന്ന് നഷ്ടപ്പെടാത്ത രീതിയിൽ ഇവരുടെ വീടുകളിൽ, ഇവർ നടക്കുന്ന സ്ഥലത്ത്, പോകുന്ന ഇടങ്ങളിലെല്ലാം ഇവർ ഇത് കൊണ്ടുപോകുന്ന രീതിയിൽ ചിലർ ഇത് മോതിരമായിട്ട് ഉണ്ടാക്കി കയ്യിലിട്ടുകൊണ്ട് നടക്കും. അങ്ങനെ ഓർമ്മകളെ എപ്പോഴും ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അതായത് ഈ കുഞ്ഞ് ഡെലിവറി ആകേണ്ട ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അതായത് 9 മാസം കഴിഞ്ഞ് ഒരു ഡെലിവറി ആകുന്ന ആ ഡേറ്റ് വരുമ്പോൾ അവരത് ഭയങ്കര ഒരു ബർത്ത്ഡേ പോലെ അവരാഘോഷിക്കുന്നുണ്ട് അവരുടെ വീടുകളിൽ. അതായത് ആ ഡ്യൂ ഡേറ്റ് അവരൊരു ബർത്ത്ഡേ പോലെ, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു പ്രെയറായിട്ട് അവർ ആ മെമ്മറി ആഘോഷിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിച്ച് അങ്ങനെ ഒരു ആഘോഷം നടത്താറുണ്ട്. പിന്നെ നമ്മൾ ഈ ടെഡി ബെയറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 2 ടെഡി ബെയർ വെക്കുന്ന ചില ഗ്രാൻഡ് പേരൻസ്, അതായത് അവർക്ക് ചിലപ്പം ഈ കുഞ്ഞിൻ്റെ റിമംബറൻസ് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ടെഡി ബെയർ കുഞ്ഞിൻ്റെ സൈഡിൽ വെക്കുകയും എന്നിട്ട് അത് ഗ്രാൻഡ് പേരൻസിന് അത് കൊടുക്കുകയും അവരും ആ മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രോസസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ നഴ്സിംഗ് കരിയറിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിവിടെ വന്ന് അതായത് നമുക്കിതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവർ ട്രെയിനിങ് തരും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഡെലിവറി ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ
ചിലപ്പോൾ 8 ആഴ്ചയൊക്കെ കാണുള്ളൂ. ചെറിയ ഒരു ബേബി ആയിരിക്കും. ആ ബേബിയെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഭംഗിയായിട്ട് ഈ ചെറിയ കൊട്ട പോലെയുണ്ട് അതിനകത്ത് എങ്ങനെയാണ് ഭംഗിയായി എല്ലാം വെച്ച് കുഞ്ഞിനെ അമ്മയുടെയും അപ്പൻ്റെയും അടുത്ത് കൊണ്ടുപോയി കാണിക്കേണ്ടത് എന്ന് മുതലുള്ള എല്ലാ വിധത്തിലും നമുക്ക് ട്രെയിനിങ് തന്നാണ് ഇവരിവിടെ നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്നത്. സ്പെഷ്യലി അവർക്കറിയാം നമ്മൾ ആ ഒരു കൾച്ചറുമായിട്ട് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് അത് എന്താ പറയുന്നത് മറ്റ് നഴ്സിംഗ് ജോലി പോലെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് അവർ ട്രെയിനിങ് നമുക്ക് തരാറുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ആദ്യ കാലങ്ങളിലൊക്കെ. കാരണം ഈ അമ്മയുടെ കൂടെ ഈ കോൾഡ് കോട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ കുഞ്ഞിനെ വെച്ച് ഒരു 2-3 ദിവസം ആ കുഞ്ഞ് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ചെറുതാണെങ്കിൽ പോലും ഇവർ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ വെച്ച് കിടത്തുന്നു. അവരുടെ ആ ഒരു സ്നേഹം അത്രമാത്രമാണ് കുഞ്ഞുങ്ങളോടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഞാനിങ്ങനെ ഏർലി ആയിട്ട്, അതായത് മിസ്കാരേജ് എന്ന് പറയും, അബോർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡെലിവറി ആകുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ അപ്പോൾ തന്നെ അമ്മയുടെ സൈഡിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ യൂറോപ്പിലെല്ലാം അങ്ങനെ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അയർലൻഡിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അയർലൻഡിലെ കാര്യമേ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ അടക്കാൻ പോകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രീസ്റ്റുണ്ട്. പ്രാർത്ഥന ചൊല്ലാനും എല്ലാമായിട്ട് വളരെ ചെറിയ കോഫിൻ ബോക്സ് ആണെങ്കിൽ പോലും അവരതിനെ വളരെ, നമ്മൾ വലിയ ആളുകളെ അടക്കുന്ന എല്ലാ പ്രെയറും ചൊല്ലി വളരെ ഇതായിട്ട് ആണ് ആ ഗാർഡനിൽ, അതായത് ഏഞ്ചൽസ് ഗാർഡൻ എന്ന് പറയുന്ന, അപ്പോൾ ആ ഏഞ്ചൽസ് ഗാർഡനിൽ അടക്കുന്നത്. അപ്പോൾ അവിടെ വർഷങ്ങളോളം, അതായത് പിന്നെ വരുന്ന തലമുറ പോലും അവിടെ പോയി തിരി കത്തിക്കുകയും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത്. അതായത് ദൈവം ആ കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എടുത്തിരിക്കുന്നത് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് സമാധാനം നൽകുവാനുള്ള ഒരു സോളിനെ ദൈവം എടുത്തു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ അങ്ങനെ അത്രയും ഇതായിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഈ ഒരു രാജ്യത്ത് ഇതുപോലെ സെൻസിറ്റീവായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഡീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താണെങ്കിലും ഇത് എനിക്കൊരു പുതിയ അറിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു പുതിയൊരു അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളും ചിലപ്പോൾ ഇവരുടെ പ്രെയറിൽ അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട്. കാരണം ഈ നമ്മളുടെ പേഷ്യൻ്റാണ്, നമ്മളുടെ ആ കുഞ്ഞുങ്ങളാണ്. ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബേബീസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഈ ബേബിയെ വെച്ച് പ്രെയർ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മളും അവരുടെ കൂടെ പോയി ആ പ്രെയറിലെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ തിരക്ക് കാരണം എപ്പോഴും നടക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തെയും രീതികൾ വ്യത്യാസമാണ് എന്ന് മാത്രമാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലാത്ത ആളുകൾ ദയവായി കമൻ്റ് ഇടുക. കാരണം ഞാൻ കേട്ടിട്ടില്ല, ഇത്രയും വർഷം ഇങ്ങനെ ജോലി ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഉള്ള ഒരു സിസ്റ്റം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദയവായി കമൻ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.